ഹലോ മുത്തുമണികളെ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇതൊന്നും എനിക്ക് കാണാൻ വയ്യേ. സംഭവം ഇന്ന് രാവിലെ എണീറ്റപ്പോ തന്നെ താമസിച്ചടേ, 5:30 മണിയായി. പിന്നെ റേഷൻ അരി ഇല്ല. റേഷൻ അരിക്ക് പകരം വില അരിയാണ് ഉള്ളത്. അതിനിപ്പോ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ വേവൂല. ഈ വില അരി നമ്മൾ വെക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ പിന്നെ കുക്കറിലിട്ട് ഒരു 2 വേവൊക്കെ വേവിച്ച് ഇട്ടിട്ട് രാവിലെ എടുത്താലേ അത് വേവുള്ളൂ. അപ്പം ഞാൻ ഈ രാവിലെ എണീക്കാം, ഒരു 4 മണിക്കൊക്കെ എണീറ്റിട്ട് അടുപ്പിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ മടലൊക്കെ ഉണക്കി റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നു. എല്ലാം വെട്ടി ഇങ്ങനെ അടുപ്പിന്റെ മുകളിൽ തന്നെ വെച്ച് രാവിലെ എണീറ്റിട്ട് അങ്ങോട്ട് അടുപ്പിലിട്ടിട്ട് അങ്ങോട്ട് വെക്കാം. പക്ഷെ താമസിച്ചു പോയി, എണീറ്റത് താമസിച്ചു പോയതുകൊണ്ട് തന്നെ പിന്നെ ഇടിയപ്പവും കിഴങ്ങറിയും ഉണ്ടാക്കി പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെയും കൊണ്ടാക്കി. പിന്നെ എനിക്ക് മായയുടെ അടുത്തും പോകണമായിരുന്നു. മായയ്ക്ക് 2ാമത് വെച്ച ചുരിദാർ ഈ ചെസ്റ്റിന്റെ ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് കയറുന്നില്ല, ടൈറ്റ് ആയിപ്പോയി. പിന്നെ അവിടെ പോയി അതും എടുത്തും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ മായര് ഇനി ഒരു ടോപ്പും കൂടി തയ്ക്കണം. അപ്പം അങ്ങനെ വന്നപ്പോ തന്നെ താമസിച്ച് 10 മണി 10:30 അങ്ങനെ വന്നിട്ട് നോക്കുമ്പോണ്ട് വാട്സപ്പ് നിറഞ്ഞു. ഈ സാധാരണ വാട്സപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എന്തോ സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടി അവിടെയൊക്കെ പോയി നോക്കി, ഒന്നുമില്ല. അപ്പം അതല്ല, എന്നെ കാണാത്തത് കൊണ്ടാണ് പിന്നെ ചോദിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നെ ഒരു ഇത്തിരി നേരം കണ്ടില്ല എങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുള്ളവരെ പോലെ നിങ്ങളും എന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. എടേ, ഈ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും മുസ്ലിങ്ങൾ ഭയങ്കര ഈമാനോടുകൂടി ചെയ്യുന്ന 2 കർമ്മങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സിലു സിൽഹയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോവർ ഒന്നുമല്ല, പക്ഷെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവർ എനിക്കത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കയറി നോക്കി, ഞാൻ ആകെ ഇങ്ങനെ മുഴുങ്ങസിയായി പോയി കേട്ടോ. ഒന്നാമത് ഈ സിൽഹ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സംഭവം ഈ പുള്ളിക്കാരത്തി ഇന്നലെ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്, ഞാൻ ഉംറയ്ക്ക് പോയി വരുന്നത് വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. ആരുണ്ടാകണമെന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മള് റബ്ബിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതല്ലേ. നമ്മളെ ചെയ്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പശ്ചാത്തപിക്കാനും ദുആരക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ആ ഒരു നല്ല കാര്യത്തിന് നമ്മൾ ജനങ്ങളെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഒന്നാമത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഭാഗ്യവതി എന്ത് കാര്യമായിട്ട് അവർ ഉമ്മറയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഇന്നലെ എനിക്ക് ഈ എൻ്റെ ഫോളോവർ എനിക്ക് ഈ സംഭവം എടുത്തു തന്നു. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിദ്ദയിൽ പോയിട്ട് പുള്ളിക്കാരത്തി നഖം മിനിക്കുകയും മുടി മിനിക്കുകയും മുഖം മിനിക്കുകയും ഒക്കെ കൂടി ചെയ്തു. ഈ ചെയ്യുന്നത് ഇവരൊരു ഷോർട്സ് ആയിട്ട് അവരുടെ ഒരു ചാനലിൽ ഇട്ടേക്കുന്നത്. എനിക്കൊന്നും ഈ മുഖം മിനിക്കുന്ന അങ്ങനത്തെയൊക്കെ സംഭവമാണ് ആ ചാനലിൽ ഫുള്ള് കിടക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അതിന്റെ എന്തോ പ്രൊമോഷൻ വർക്ക് ആവാനാണ് സാധ്യത. പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതുപോലെ സത്യത്തില് ഇവരെന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് അവര് ഉംറ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിച്ചിട്ട് അവിടെ ചെന്നിട്ട് നഖം അത് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ അത് ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. അത് നമ്മളെ സ്വന്തം പൈസയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും. പക്ഷേ അതിങ്ങനെ പൊതുസമൂഹത്തിൽ വന്നിട്ട് അത് എവിടെ പോയി ചെയ്യണമെന്നാണ്? ജിദ്ദയിൽ പോയിട്ട് ചെയ്യുക. നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അതിന് തന്നെ ഈ പാവപ്പെട്ടവര് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഉംറയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ച് അതിന് പൈസ ശേഖരിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവിടെ പോയിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്താണ് പറയണത്? സത്യത്തിൽ സിൽഹ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മുമ്പ് ഒരുപാട് മത പണ്ഡിതന്മാര് വരെ പിന്നെ ഇങ്ങനെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ചിന്തിച്ച്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിന് നമുക്കെന്താണ്, നമ്മളെന്തിനാണ് അതൊക്കെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോയ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുകയാണ്. സത്യത്തില്
ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെയും ഇവർ എന്താണ്, പണത്തിന് വലിയ മുൻതൂക്കം നൽകുന്നത് പോലെ നമ്മൾ പോലും അറിയാതെ, മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്. എന്താണ്, പണത്തിന് പിന്നാലെ ഓടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദിനചര്യയിൽ അവൻ പോലും അറിയാതെ എത്തിപ്പെടുന്ന ചില സ്ഥലമാണ്. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ വരുന്ന ഒരു സമയത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ ചാനൽ മോണിയാകും എന്നുള്ളത്. അത് ആക്കുന്നതും ഒക്കെ എങ്ങനെയാന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് എന്റെ ബാങ്കിൽ പൈസ വരെയാണ് ചെയ്തത്. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പൈസയെ സ്നേഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത. ആദ്യം എനിക്ക് 3 മാസം കൂടിയപ്പോഴാണ് എനിക്ക് പൈസ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഓരോ മാസവും കഴിയും തോറും അതിന്റെ ക്രൈറ്റീരിയ മാറുന്നത് പോലെ ഇപ്പൊ എല്ലാ മാസവും വരുന്ന ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ നമ്മൾ പോലും അറിയാതെ ഒരു സർക്കാർ ജോലിക്കാരനക്ക് കിട്ടുന്നത് പോലെ തന്നെ ഒരു വരുമാനം നമുക്ക് യൂട്യൂബ് വഴി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് സ്റ്റൈല് തന്നെ മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തിനും പ്രാപ്തി നേടിയ ഒരു മനസ്സോടു കൂടി ആയിരിക്കണം അവര് ആ ഒരു മീഡിയ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഇതെവിടെയാണ് വരുന്നത്, പൊതു മീഡിയയിൽ പൊതു ജനങ്ങളുടെ മുന്നിലേക്കാണ് ഈ സംഭവം വരുന്നത്. ഇവിടെ നമുക്ക് പറ്റുന്ന തട്ടുകേടുകൾ, നമുക്ക് പറ്റുന്ന മുറിവുകൾ, നമുക്ക് പറ്റുന്ന നന്മകൾ, നമുക്ക് പറ്റുന്ന തിന്മകളെല്ലാം തന്നെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു യൂട്യൂബ് മീഡിയ കൈവശമുള്ള ഒരു വ്യക്തിയെ മറ്റുള്ളവർ വിളിക്കുന്നത് പോലും എന്താണ്, ഇൻഫ്ലുവൻസർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ സിലു സിൽഹയുടെയൊക്കെ ലൈഫ് കണ്ട് പിന്നെ അതാണ് സത്യം എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന ഒരു ലൈഫല്ല, അതല്ല യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഒരു ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കുടുംബവുമായും നമ്മൾ സത്യസന്ധമായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇനി എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അത് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് രൂപകൽപ്പന ചെയ്താലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ റിയൽ ഫേസ് പബ്ലിക്കിൽ വരും എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങളുടെ മുന്നിൽ വലിയ നന്മ പ്രൊവൈഡ് ചെയ്യുന്ന നന്മയുടെ നിറകുടമായ പിന്നെ എന്താണ് തന്റെ മതത്തെയും ഒരു മുടി നാരിഴ പോലും പുറത്ത് കാണിക്കാത്ത തരത്തിൽ തന്റെ വേഷവിധാനങ്ങളെയും അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പോലും ആ ഒരു വേഷത്തിനെ മാറ്റാതെ അത്തരം ഭയങ്കരമായ ഒരു ചിട്ടയിലും മറ്റുമൊക്കെ ജീവിക്കുന്ന അതേ ഒരു സ്ത്രീ തന്നെ ഇത് ചെയ്ത് കണ്ടപ്പോ ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത്. ഇനി ഇതിനെക്കുറിച്ച് ഇനി പിന്നെ വേറെ കൂടുതലൊന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡുമായിട്ട് ചില വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവര് തന്നെ വന്നിട്ട് ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുന്നത് പോലെ, മോട്ടിവേഷൻ കൊടുക്കുന്ന എന്താണ്, വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ തരുന്ന സമ്പത്തും സ്വത്തും ഒക്കെ കൊണ്ട് നമ്മളെ ഭർത്താവിന് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മളെ പോറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ്, അയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വത്തുക്കളോ നമ്മുടെ സ്വർണങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തരം മോട്ടിവേഷൻ. ഇതിനെ മോട്ടിവേഷൻ എന്നല്ല പറയേണ്ടത്. സത്യത്തിൽ അങ്ങനെയല്ല. ഒരു കുടുംബജീവിതം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും അവിടെ പങ്കാളികളാകുന്ന ഒരു സമയത്താണ്. അവിടെ ഭാര്യയുടെ സ്വർണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാര്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഭർത്താവിനും അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഭാര്യയ്ക്കും അവകാശപ്പെട്ടതാണ്. അവർ രണ്ടുപേരും കൂടി മ്യൂച്വലി ഒരു തീരുമാനത്തിലെത്തുക, അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏതൊരു രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് അവര് രണ്ടുപേരും തമ്മിൽ എടുക്കുന്ന തീരുമാനം പോലെ ആയിരിക്കണം. അല്ലാതെ ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, അതായത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്താണ്, നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് നിന്നെ പോറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്, അവർക്ക് വ്യക്തിപരമായ ഒരു അഭിമാനമില്ല, അവര് എന്ന് പറയുന്നത് മക്കളെ നോക്കാനും മക്കൾക്ക് ചെലവിന് കൊടുക്കാനും അങ്ങനെയുള്ള ഒരു ഉപകരണം മാത്രമാണ് പുരുഷൻ എന്ന് പറയുന്നത്, ഭർത്താവ് എന്ന് പറയുന്നത്. ഭർത്താവ് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മളടുത്ത് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുക്കേണ്ട കാര്യമില്ല, അത് എന്റേത് മാത്രമാണ്, എന്റെ സ്വന്തമാണ്, ഇങ്ങനെയൊന്നും പറയുന്നത് അല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിനെല്ലാം അതേ കണക്ക് തന്നെ നമുക്ക് ഒന്നിച്ച് 5 മക്കളായതിനു ശേഷം എനിക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ വേണ്ട എന്ന് വെച്ചു. കൂടെ ജീവിക്കണം എന്നുള്ളതല്ല,
പോരാ, അയാൾക്ക് പറ്റുന്നില്ല, അത് നിങ്ങൾക്ക് രഹസ്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സംഭവം പറഞ്ഞു തീർത്ത് നിങ്ങൾക്ക് മാറി നിൽക്കാമായിരുന്നു. എത്ര പേര് സ്വന്തം ഭർത്താവിനെ പബ്ലിക് മീഡിയയിൽ കൊണ്ടുവരുന്നവരുണ്ട്. അത് ചെയ്യാമായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയെ അവര് മോട്ടിവേറ്റ് ചെയ്യണം. അതായത് ഇങ്ങനെയാണ് സ്ത്രീകളെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടിടത്തോളം മുസ്ലിം പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോഴാണ് 21 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. അതും 21 ആവുമ്പോൾ തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. സത്യത്തില് പെൺകുട്ടിക്ക് നമ്മളൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുക, അതിനുശേഷം അവർ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലൈഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് മക്കളൊക്കെ വലുതായി വരുന്നുണ്ട്. അവർ ഏത് രീതിയിലാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. പക്ഷെ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കണക്ക് നമ്മൾ ഫാമിലി ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തും നമ്മൾ പറയേണ്ടത് എന്റേത് നിന്റേത് എന്നുള്ള ഒരു സംവിധാനം അവിടെ നിന്ന് മാറുകയാണ്. ഒരു ഫാമിലി ലൈഫിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടേത് എന്നുള്ള ഒരു സംവിധാനമാണ് വരുന്നത്. അവിടെയും നമുക്ക് താളപ്പിഴകൾ പറ്റിയാലും അവിടെ തന്നെ കടിച്ചു തൂങ്ങി കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും നിൽക്കേണ്ടുന്ന ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നുകളഞ്ഞ ആ ഒരു കേസ്, അതേ കണക്കിന് കാറിന്റെ അകത്ത് വെച്ച് എരിച്ചു കൊന്നുകളഞ്ഞ ആ കേസൊക്കെ എന്ന് പറയുന്നത് അവിടെ തന്നെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച ഒരു പെൺകുട്ടി നിന്നത് കൊണ്ട് സംഭവിച്ചു പോയി. അങ്ങനെയൊന്നും നിൽക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഒരു ഫാമിലി ലൈഫിൽ ഒരു 10 വർഷം നമ്മൾ ഒരാളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ ആ മനുഷ്യനുമായിട്ട് നമുക്ക് ഭയങ്കര കോണ്ടാക്ട്, അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു കോണ്ടാക്ട് നമുക്ക് എത്തിപ്പെടും എന്നുള്ള ഒരു അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ജീവിതാനുഭവമായിരിക്കും. എന്തായാലും ആ മക്കള് നല്ല പ്രായപൂർത്തിയായതിനു ശേഷം ഇവര് ആ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിയുകയുണ്ടായി. അതിനുശേഷം അവരുടെ വീട് വിൽക്കുകയുണ്ടായി. അതിനുശേഷം അവരുടെ ഓർണമെന്റ്സ് വിൽക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അവർ ചൈനയിലും ജപ്പാനിലും ഒക്കെ പോയിട്ട് എന്തോ ബിസിനസ് നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് അവരിപ്പോൾ ആടിപ്പാടി ഇങ്ങനെ മക്ക മദീന വരെ പോകുന്നത് ഇത്തരം രീതിയിൽ. നമ്മളെല്ലാം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനെയും നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു സംഭവം എതിർക്കുകയല്ല, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ? അതായത് അവിടെ നമ്മൾ പോവുക എന്ന് പറയുന്നത് നമ്മളൊരു പുണ്യം തേടിയുള്ള യാത്രയാണ്. അവിടെ അവര് പോയിട്ട് ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറഞ്ഞു തരുകയാണ്. അതായത് നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്തതുപോലെ നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഒരു സൗന്ദര്യ സംരക്ഷണം എവിടെയുണ്ട്? അവിടെ ഉണ്ട്. അതായത് നിങ്ങൾ അവിടെ പോകുമ്പോൾ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് മരുഭൂമി പ്രദേശമാണല്ലോ. അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് ഭയങ്കര ടാനൊക്കെ ആയി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞമ്മ എന്ത് ചെയ്യണം? പോയിട്ട് മുഖവും കൈയും കാലും ഒക്കെ മിനുക്കിക്കൊണ്ട് വരിക. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. അയ്യോ, ഇത് എനിക്ക് പറയാൻ എനിക്ക് ഒരുപാട് ഇങ്ങനെ എൻ്റെ ചിന്തകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണില്ല. എന്നാൽ എൻ്റെ സിലു, ഇനി വേറൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളെ തൊപ്പിയുടെ ചാനലിന് സമാധി കെട്ടിയിട്ടുണ്ട് സർക്കാരല്ല യഥാർത്ഥത്തിൽ സമാധി കെട്ടിയത്. പോലീസിന്റെ അകമ്പടിയോടുകൂടി പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പിന്നെ യൂട്യൂബിന് അതിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നുള്ള രീതിയിൽ മെയിൽ പോയിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് തന്നെ ആ ചാനലിന് സമാധി കെട്ടിക്കൊടുത്തു. സംഭവം എന്ന് പറയുന്നത് തൊപ്പിയും സുഹൃത്തുക്കളും തമ്മിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്നിട്ട് അലയടിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ആ അലയടിയുടെ വിശദീകരണം എന്ന വണ്ണം വിശദീകരിച്ച് നമ്മുടെ തൊപ്പി എന്താക്കി? തൊപ്പി സ്വന്തം സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ ഷഡ്ഡി ഡാൻസ് ഇത് മുമ്പ് നമ്മളെ ഷാജിദ ചെയ്ത ഒരു കാര്യമാണ്. അതായത് നമ്മളെ തൊപ്പിയുടെ സുഹൃത്തുക്കളുടെ ഷഡ്ഡി ഡാൻസ് എടുത്ത് അങ്ങ് പൊക്കി പുറത്തു വിട്ടു. എന്ത് പറ്റി? ചാനല് പോയി കിട്ടി. എന്തായാലും തൊപ്പിക്ക് ഇപ്പൊ ഈ പിന്നെ ഒരു ഇത് കിട്ടിയത് എന്ന് പറയുന്നത്, തൊപ്പിക്ക് ഇനി തൊപ്പിയുടെ ഫേസ് വെച്ചോ തൊപ്പിയുടെ സ്വരം വെച്ചോ ഒരു ചാനല് ഇനി യൂട്യൂബിൽ തുറക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. അതായത് എന്നെ പൂട്ടാൻ ചില ഭരണാറികൾ ഈ ഒരു സംവിധാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കോടതി വഴി എന്തോ വക്കീലിന്റെ എന്തോ ഒരു സാങ്ഷനോ എന്തോ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും
ആ പുള്ളി എന്ന് പറയുന്നത് എന്നെ അറിയാവുന്ന ഒരു പുള്ളി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്തക്ക് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്, സാധ്യതയ്ക്ക് വേണ്ടി ഇവർ അലഞ്ഞു നടക്കുന്നുണ്ട്, ചാനൽ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും ഞാനൊരിക്കലും ഒരാളുടെയും നഗ്ന വീഡിയോയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംസാര ശൈലിയിൽ പോലും വരുന്ന നഗ്നത വെളിവാക്കുന്ന തരത്തിലുള്ള നമ്മുടെ ടോക്കിങ്ങിന് പോലും റെസ്ട്രിക്ഷൻ യൂട്യൂബ് മീഡിയയിലുണ്ട്. അതായത് ഇപ്പോൾ ഒരു 13 വയസ്സായ ഒരു പെൺകുട്ടി റേപ്പിനിരയായി. ആ ഒരു സംഭവം പോലും നമ്മൾ യൂട്യൂബ് വഴി സംസാരിക്കാൻ നമുക്ക് പറ്റൂല. യൂട്യൂബ് മീഡിയ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് പെൺകുട്ടികൾക്ക് നേരെയുള്ള അക്രമം, അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള അക്രമം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാള് തക്കതായ രീതിയിൽ നമ്മുടെ ചാനൽ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിന് പോലും റെസ്ട്രിക്റ്റ് ചെയ്ത് ഈ ചാനൽ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എന്തായാലും തൊപ്പിയുടെ കേസ് എന്ന് പറയുന്നത് തൊപ്പി നഗ്ന വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്തു. അപ്പൊ ഷഡ്ഡിയും ബ്രൈസറും ഒക്കെ ഇട്ട് ഷിമ്മിയൊക്കെ ഇട്ട് തുള്ളി ചാടി നടക്കുന്ന തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു നിങ്ങളൊക്കെ നോക്കി വെച്ചോ, നിങ്ങൾക്കൊക്കെ പണി കിട്ടും. അപ്പൊ ഇത് പിന്നെ ഏതെങ്കിലും ഒരു കാര്യം ഒരു വിഷയം എന്നൊന്നും ചിന്തിക്കണ്ട. പണി തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും റെഡി ആയാൽ നമുക്ക് 1 തരം പണി നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അപവാദ പ്രചരണം, ഇതിനൊക്കെ ആരെങ്കിലുമൊക്കെ ഇറങ്ങി തുനിഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മൊത്തമണികളെ ചാനൽ പോകുമെന്നുള്ളത് മാത്രമല്ല, അതിൻ്റെതായ നിയമനൂലാമാലകളിൽ നമ്മൾ കിടന്നലഞ്ഞ് തിരിയേണ്ടുന്ന ഒരവസ്ഥ വരും. അപ്പൊ എന്തെല്ലാണ്. അപ്പൊ വേറൊരു വിഷയം എന്ന് പറയുന്നത്, പിന്നെ ഞാൻ 2-3 ദിവസമായി ഭയങ്കര തിരക്കിലാണ്. ഇതുവരെ ഞാൻ എൻ്റെ ആദുവിന്റെ യൂണിഫോം പോലും തയ്ച്ചില്ല. അപ്പൊ എന്റെ തിരക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യൂണിഫോം ഇടാതെ പോയി ഇന്ന് പുറത്തായിരിക്കും ചക്കായി. അപ്പോ അത്രയും ഒരു തിരക്ക് പിടിച്ച ഒരു കാര്യം. എടാ, ഒരു നിസ്സാര കാര്യമില്ല ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക, അതിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു തളർച്ച ഉണ്ടാകും. ഇപ്പൊ ഒരു വണ്ടി ആയിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവീസിന് കയറ്റും, അതിൽ ഓയിൽ ചേഞ്ച് ചെയ്യും. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അതിന് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കാണെങ്കിൽ ഈ ഓയിൽ ചേഞ്ച് പോലും ഇല്ലാതെ ഓടാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ നടുവേദന എനിക്കുണ്ടായിരുന്നില്ലേടാ, അത് പോയി കേട്ടാ, ആ നടുവേദന പോയി. പക്ഷെ എന്നാലും ആച്ചുപ്പൂന് ഇങ്ങനെ ഇടുപ്പിലോട്ട് തൂക്കുമ്പോൾ ഒരു വേദന അത് ഉണ്ട്. പക്ഷെ എന്നാലും ആ വേദനയൊക്കെ അങ്ങോട്ട് പോയി. അപ്പൊ ഈ ഒരു വിഷയങ്ങളാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ എന്താണ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കെ.